എല്ലാ കൂട്ടുകാർക്കും ദാസേട്ടൻ കിച്ചണിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അയില ഫ്രൈയുടെ റെസിപ്പിയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെല്ലൈക്കൺ അമർത്തി ആ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് കൊടുക്കണേ. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഒരു സ്പെഷ്യൽ അയില ഫ്രൈ ആണ്. അതിനായിട്ട് ഞാൻ ഒരു 5 അയില നല്ല കഴുകി വൃത്തിയാക്കി നല്ലതുപോലെ വരഞ്ഞെടുത്തിട്ടുണ്ട്. മീഡിയം സൈസ് അയിലയാണ്. ഇനി നമുക്ക് അതിലേക്കുള്ള മസാല കൂട്ടാം. അതിനായിട്ടൊരു 3/4 സ്പൂൺ മുളക് പൊടി, ഒരു 1/2 സ്പൂണ് മല്ലിപ്പൊടി, ഒരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 സ്പൂണ് വറുത്ത അരിപ്പൊടിയാണ്, നമ്മൾ പുട്ടിൻ്റെ പൊടിയില്ലേ അതുപോലെ അല്പം തരിതരിയായിട്ട്. പിന്നെ ആവശ്യത്തിന് കുറച്ച് ഉപ്പ്, ഒരു അരമുറി ചെറുനാരങ്ങയുടെ നീര്, പിന്നെ 1 സ്പൂണ് നമ്മൾക്ക് ഇഞ്ചി വെളുള്ളി പേസ്റ്റും കൂടി ചേർത്ത് അല്പം വെള്ളം ഒഴിച്ച് നമ്മൾക്ക് മസാല ശരിയാക്കിയെടുക്കാം. എല്ലാവർക്കും അറിയാം മീൻ മസാല എങ്ങനെയാണ് കൂട്ടുക എന്നുള്ളത്. എന്നാലും എൻ്റെ ഒരു സ്റ്റൈലാണ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഇങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് എന്തായാലും ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് ആ മീൻ വരഞ്ഞിട്ടിട്ട് നല്ലതുപോലെ തേച്ച് പിടിപ്പിക്കാം. അപ്പോൾ എല്ലാ മീനും ഞാൻ അതിലേക്കിട്ട് നല്ലതുപോലെ മസാല പുരട്ടി വെച്ചിട്ടുണ്ട്. ഇതുപോലെ തന്നെ എല്ലാ ഭാഗത്തും എത്തേണ്ട രീതിയിൽ തന്നെ നമ്മൾക്കത് മസാല പുരട്ടി വയ്ക്കാം. ഇനി അതൊന്ന് ഒരു അരമണിക്കൂർ നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. ഈ മസാലയൊക്കെ നന്നായി പിടിക്കട്ടെ. ഇനി അതിലേക്ക് ആവശ്യം വേറെ നമ്മൾക്ക് കുറച്ച് സാധനങ്ങളുണ്ട്. അതിലേക്ക് ഒരു 5-6 ചുവന്നുള്ളി, പിന്നെ കുറച്ച് ഞാൻ ചുവന്ന മുളക് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അതായത് കാശ്മീരി മുളകാണിത്. അരമണിക്കൂർ കഴിഞ്ഞു. അപ്പോൾ ഞാൻ ഒരു തവ അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് ചൂടാവുന്ന സമയത്ത് നമ്മൾക്ക് ഈ മീനിട്ട് പൊരിച്ചെടുക്കാം. അപ്പോൾ എണ്ണ ചൂടായതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് നമ്മൾ കരിഞ്ഞു പോകാതെ തന്നെ ഇത് പൊരിച്ചെടുക്കുക. അപ്പോൾ ഒരു സൈഡ് നമ്മൾക്ക് ഒരുവിധമായിട്ടുണ്ട്. അത് പതുക്കെ നമ്മളൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ എല്ലാ മീനും ഇതുപോലെ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഒന്നുകൂടി നല്ലതുപോലെ ഒന്ന് ഫ്രൈ ആയി വന്ന്, അപ്പോൾ ഒരു സൈഡും കൂടി നമ്മൾക്ക് ഒരിക്കൽ കൂടി ഒന്ന് അത് മറിച്ചിട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ നമ്മൾക്ക് ഒന്ന് മുരിച്ചെടുക്കാം. അപ്പോൾ തീ മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ട് ചെയ്യുക. കണ്ടില്ലേ, വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ നല്ല അടിപൊളിയായിട്ട് അയില ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഞാനത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ എടുത്തു വെച്ച ചുവന്നുള്ളി പൊടിയായി അരിഞ്ഞുക, അത് അതിലേക്ക് നമ്മൾ ആ മസാല കൂട്ടിയ പാത്രത്തിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ ആ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ച കാശ്മീരി മുളക്, ചുവന്ന മുളക്, അത് 1 സ്പൂൺ ഇട്ട് കൊടുക്കുക. അല്പം പുളി വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഒരു അല്പം ഉപ്പ് കൂടി നമ്മൾ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഇനി അത് നമ്മൾ നേരത്തെ പൊരിച്ച് വെച്ച മീനിൻ്റെ എണ്ണയുണ്ടല്ലോ അതിലേക്ക് ഇതിട്ട് കൊടുക്കുക. എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ട് ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് മുരിച്ചെടുക്കുക. നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഈ പുളിയും ചുവന്നുള്ളിയും നമ്മുടെ മുളക്, ക്രഷ് ചെയ്ത മുളകും എല്ലാം കൂടി ചേരുന്ന സമയത്ത് ആ മീൻ മസാല ഉണ്ടായിരുന്നല്ലോ കുറച്ച് ബാലൻസ്, അതും കൂടി ചേർന്ന് നല്ലൊരു മണമായിരിക്കും. കൂടെ കുറച്ച് കരിവേപ്പിലയും കൂടി ചേർത്തപ്പോൾ നല്ലൊരു ഫ്ലേവറാണ് വരുന്നത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ ഒരു മസാല തന്നെ മതി നമുക്ക് ചോറുണ്ണാനായിട്ട്. ഇത് വല്ലാതെ അങ്ങോട്ട് മൊരിഞ്ഞ് കരിഞ്ഞ് പോകേണ്ട. ഒരു വിധം ഒന്ന് സെറ്റായി കഴിഞ്ഞാൽ ചുവന്നുള്ളിയുടെ മണം വരുന്ന സമയത്ത് ഇത് കോരി നമ്മൾക്ക് ആ മീനിൻ്റെ മേലിട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ തട്ടുകടകളിലൊക്കെ നല്ല നല്ല സ്റ്റൈലും തട്ടുകടകളിലൊക്കെ ഇതുപോലുള്ള മീൻ വരച്ച് കിട്ടും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മൾ അടിപൊളി അയില മീൻ പൊരിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ആ പൊടി തന്നെ മതിയാവും ചോറുണ്ണാനായിട്ട്. പൊടിയും കൂട്ടി നമ്മൾക്ക് ചോറുണ്ണാം. ഇതുപോലെ ചോറിലിട്ട് കുഴച്ചാൽ കറി തന്നെ ഒന്നും വേണ്ട. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. വീണ്ടും നല്ല വീഡിയോയുമായിട്ട് കാണാം. താങ്ക് യു.